Hello everyone, welcome to Maths with Deepak Krishna. പെർസെൻറ്റേജസിൻ്റെ പാർട്ട് നമ്പർ 9th വീഡിയോ ആണ്. സോ 8 പാർട്ട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് 9th പാർട്ട് കാണുക. അതോടൊപ്പം തന്നെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, വീഡിയോ കണ്ടതിന് ശേഷമുള്ള ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടെയും ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ 9th പാർട്ടിൽ നമ്മളിന്ന് കൺസംപ്ഷൻ ബേസ്ഡ്. ഓക്കെ, അപ്പോൾ കൺസംപ്ഷൻ ബേസ്ഡ് റിലേറ്റഡ് പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് സ്ഥിരം കാണാൻ പറ്റുന്നതാണ്. അപ്പം ഒരിക്കലും ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരിക്കലും നമുക്കിത് പഠിക്കാണ്ട് വിട്ടുകളയാൻ പറ്റത്തില്ല, അത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക് ഒരു ഐഡിയ അറിയേണ്ടത്, നമുക്ക് ഇപ്പം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു ടേം. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഇൻകം സേവിങ്സ് ഓൾറെഡി കണ്ടു. ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 100 രൂപയുണ്ട്. ഓക്കെ, 100 രൂപയുണ്ട്. ഈ 100 രൂപയ്ക്ക് എനിക്ക് കുറേ സാധനങ്ങൾ മേടിക്കണം. ഇപ്പോൾ പെന്ന് മേടിക്കണമെന്ന് വെക്കാം. ഓക്കെ, പെൻ. അപ്പോൾ ഒരു പെന്നിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഓക്കെ, പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് 1 പെൻ. ഓക്കെ, പ്രൈസ് ഓഫ് 1 പെൻ ഈസ് ഈക്വൽ ടു ഒരു 10 രൂപയാണെന്ന് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത്, കൺസംഷൻ എന്ന് പറയുന്നത് 10 രൂപയ്ക്ക് എനിക്ക് എത്ര പേന മേടിക്കാൻ പറ്റും? എൻ്റെ കയ്യിലാകെ ഉള്ളത് 100 രൂപയാണ്. ഒരു പേനയ്ക്ക് 10 രൂപ. അപ്പോൾ നമുക്ക് എത്ര പെൻ മേടിക്കാൻ പറ്റും ഈ 100 രൂപയ്ക്ക്? ഒബ്വിയസ്ലി 10 പേന അല്ലേ? 10 × 10 100. അപ്പോൾ കൺസംഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10 × 10 100 വരും. അപ്പോൾ ഇവിടെ അറിയാണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, ഓക്കെ, എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് 1 കൊമോഡിറ്റി. ഓക്കെ, അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില, അല്ലെങ്കിൽ ചിലപ്പം 1 kg വില. ഇപ്പോൾ ഷുഗർ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ പ്രൈസ് ഓഫ് 1 kg. ഓക്കെ, പ്രൈസ് ഇൻറ്റു കൺസംഷൻ. ഓക്കെ, പ്രൈസ് ഇൻറ്റു കൺസംഷൻ. അങ്ങനെയല്ലേ നമുക്ക് 100 കിട്ടുന്നത്. ഈ 10 പ്രൈസ് ഇൻറ്റു 10 എന്ന് പറയുമ്പോഴത്തേക്കും 100 എന്ന് കിട്ടും. ഓക്കെ, ഇനി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ടേം ഫിക്സ്ഡ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, എൻ്റെ കയ്യിൽ 100 രൂപ മാത്രമേ ഉള്ളൂ, അത് ഇനി കൂടാനൊന്നും പോകുന്നില്ല. ഓക്കെ, ഫിക്സഡ് ആണ് 100 റുപ്പീസ്. ഇപ്പം ഒരു പേനയുടെ രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻക്രീസ് ആയെന്ന് വെക്കുക, കൂടി. ഇപ്പം 10 രൂപ പേനയുടെ വില മാറിയിട്ട് അത് ഇൻക്രീസ് ആയിട്ട് ഒരു പേനയ്ക്ക് 20 രൂപയാണെന്ന് വെക്കുക, 20 റുപ്പീസ് ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ കൺസംഷൻ എത്രയായിരിക്കും? എനിക്ക് 10 രൂപയായിരുന്നപ്പോൾ 10 പേന മേടിക്കാൻ പറ്റും ഈ 100 രൂപ വെച്ചിട്ട്. 100 ഫിക്സ്ഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വില കൂടിയപ്പോഴത്തേക്കും എനിക്ക് എത്ര പേന മേടിക്കാൻ പറ്റും? ഈ കൺസംഷൻ മാറി, 10 ഇനി കിട്ടത്തില്ല. 10 കിട്ടണമെങ്കിൽ എത്രയാണ്? 200 രൂപ വേണം എൻ്റെ കയ്യിൽ. അപ്പോൾ എത്രയായിട്ട് കുറയും? കൺസംഷൻ എണ്ണത്തിൽ കുറയും. അപ്പോൾ എത്ര വരും? 5 പേന മേടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അതായത് 100 ഡിവൈഡഡ് ബൈ 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ 5 × 20 ചെയ്യുമ്പോഴത്തേക്കും 100 കിട്ടും. ഓക്കെ, ഇതിനർത്ഥം ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. എക്സ്പെൻഡിച്ചർ ഫിക്സ്ഡ് ആണെങ്കിൽ ഒരു പ്രൈസ് കൂടുകയാണ്, പ്രൈസ് ഈസ് ഇൻക്രീസിങ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസംഷൻ എന്തായിരിക്കും? ഡിക്രീസ് ആവും. ഓക്കെ, ഡിക്രീസ് ആവും. ഇനി തിരിച്ചും ചിന്തിക്കാം. പ്രൈസ് കുറയുകയാണ്. ഓക്കെ, ഒരു പേനയുടെ വില കുറയുകയാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസംഷൻ എന്താവും? പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസംഷൻ എന്താവും? കൂടും, ഇൻക്രീസ് ആവും. അതിനർത്ഥം ഒരാൾ കുറയുമ്പോൾ മറ്റേ ആൾ കൂടും. അതിനർത്ഥം ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഇവിടെ എക്സ്പെൻഡിച്ചർ ഫിക്സ്ഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സ്പെൻഡിച്ചർ ഫിക്സ്ഡ് ആയിട്ട് എടുത്തു, എക്സ്പെൻഡിച്ചറിന് ഞാൻ K എന്ന് കൊടുത്തു. പ്രൈസ് ഇൻറ്റു കൺസംഷൻ, പ്രൈസ് ഇൻറ്റു കൺസംഷൻ. ഓക്കെ, K കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പ്രൈസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? കോൺസ്റ്റൻറ്റ് എക്സ്പെൻഡിച്ചർ K ഡിവൈഡഡ് ബൈ കൺസംഷൻ. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈക്വൽ ടുവിൻ്റെ സൈൻ നമുക്ക് മാറ്റി എന്ത് ചെയ്യാം? ഈ പ്രപ്പോർഷനിൽ കൊടുക്കാം. ഓക്കെ, സോ 1/C. അതിനർത്ഥം ഇങ്ങനെ എഴുതുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പ്രൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു കൺസംഷൻ. ഓക്കെ, അപ്പോൾ ഇത് കൂടുമ്പോൾ ഇത് കുറയും, ഇത് കുറയുമ്പോൾ ഇത് കൂടും. ഓക്കെ, കിട്ടിയല്ലോ. ഇനി നമുക്കിപ്പം എക്സ്പെൻഡിച്ചർ ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഇസ് ഫിക്സ്ഡ്. പ്രൈസിൻ്റെ റേഷ്യോ, ഇപ്പോൾ 2 കൊമോഡിറ്റി ഉണ്ടെന്ന് നോക്കുക. പ്രൈസിൻ്റെ 2 കൊമോഡിറ്റി അല്ല, പ്രൈസിൻ്റെ റേഷ്യോ, അതായത് ഓൾഡ് പ്രൈസും ന്യൂ പ്രൈസും, ഓൾഡും ന്യൂ, ഇവരുടെ റേഷ്യോസ്, ആദ്യം ഉണ്ടായ പ്രൈസ് ഇപ്പം A എന്നാണെന്ന് വെക്കുക. പ്രൈസ് ഇൻക്രീസ് സംഭവിച്ചു, ഇൻക്രീസോ ഡിക്രീസോ സംഭവിച്ചു. അപ്പോൾ
പുതിയ പ്രൈസ് എന്ന് പറയുന്നത് ബിയും. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ A:B ആയിരിക്കും. ഓൾഡ് പ്രൈസ്, ന്യൂ പ്രൈസ്, A:B. ഈ പ്രൈസും കൺസംഷനും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. സോ നമുക്ക് ഇവരുടെ റേഷ്യോസ് എന്ത് ചെയ്യാം? തിരിച്ചെഴുതാം. കൺസംഷൻ നോക്കുമ്പോൾ ഓൾഡ് കൺസംഷൻ എന്ന് പറയുന്നത് ബിയും ആയിരിക്കും, ന്യൂ കൺസംഷൻ എന്ന് പറയുന്നത് എയും ആയിരിക്കും. ഇവരുടെ റേഷ്യോസ്, ഇപ്പോൾ പ്രൈസിൻ്റെ റേഷ്യോ ഇപ്പോൾ 2:3 ആണെങ്കിൽ കൺസംഷൻ്റെ റേഷ്യോ നമുക്ക് തിരിച്ചെഴുതാം 3:2. ആ ഒരു ഐഡിയ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. The price of a sugar is increased by 20%. By how much percentage the consumption is decreased so that expenditure will not increase? അതിനർത്ഥം എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡേറ്റ ഉണ്ട്. ഒന്ന് 20%-ൻ്റെയും രണ്ടാമത്തെ നമ്മൾ കൺസംഷൻ ഡേറ്റ ഒന്നേ ഉള്ളൂ. കൺസംഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഈ 20% എടുക്കുന്നു. ഓക്കെ, 20%-ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എടുക്കുക. ഇറ്റ് ഈസ് 1/5. ഓക്കെ, 1/5 എന്ന് പറയുമ്പോൾ ഈ 5-ൻ്റെ 20% ആണ് 1. ആ ഐഡിയ അറിയാമല്ലോ. ഇനി നമുക്കിതാ എക്സ്പെൻഡിച്ചർ. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് പ്രൈസ് എടുക്കുന്നു, പ്രൈസിൻ്റെ റേഷ്യോ എടുക്കുന്നു. ഓക്കെ, പ്രൈസിൻ്റെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓൾഡ് പ്രൈസും ന്യൂ പ്രൈസും. ആദ്യം പ്രൈസ് എന്ന് പറയുന്നത് 5 ആണെങ്കിൽ, ഓക്കെ, കൂടിക്കഴിയുന്നു 20% ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ 5 എന്തായി മാറും? 5 + 1 6 ആയി മാറും അല്ലേ? അപ്പോൾ പ്രൈസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:6. അതായത് ഈ 5-ൻ്റെ 20% 1 ആണ്. അപ്പോൾ ഇനിഷ്യൽ 5 ആണെങ്കിൽ 20% കൂടിക്കഴിഞ്ഞാൽ 5 + 20% ഓഫ് 5 എത്രയാണ്? 1. സോ 5 + 1 6. അപ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. ഓക്കെ, സോ 5:6. പ്രൈസിൻ്റെ റേഷ്യോ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസംഷൻ്റെ റേഷ്യോ എഴുതാം. നേരെ തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, കൺസംഷൻ്റെ റേഷ്യോ എത്രയായിരിക്കും? 6:5. 6:5. ഇവിടെ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് കൺസംഷൻ ഈസ് ഡിക്രീസ്. ഓക്കെ, അപ്പോൾ കൺസംഷൻ എത്രയാണ് കുറയുന്നത്? 6-ൽ നിന്നും 5-ലേക്ക് കുറയുകയാണ്. ദാറ്റ് മീൻസ് 1 ഡിക്രീസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസസ് 1. ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത്, -1. മൈനസ് ഉദ്ദേശിക്കുമ്പോൾ ഡിക്രീസ്, പ്ലസ് ആണെങ്കിൽ ഇൻക്രീസ്. സോ -1 ആണ് ചേഞ്ച് സംഭവിക്കുന്നത്. സോ 1 ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചത്. 1 ഡിവൈഡഡ് ബൈ, അതായത് ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ഇൻറ്റു 100. അങ്ങനെയല്ലേ നമ്മൾ പെർസെൻറ്റേജ് കാണുന്നത്, പെർസെൻറ്റേജ് ചേഞ്ച്. സോ 1 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ഇവിടെ എത്രയാണ്? 6. സോ 1/6 ഇൻറ്റു 100. ഓക്കെ, 100%. ഇത് നെഗറ്റീവാണ്, ദാറ്റ് മീൻസ് ഡിക്രീസ് ആണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഡിക്രീസ് എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പോൾ വാല്യൂ മാത്രം കണ്ടാൽ മതി. സോ 1/6-ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ, അതിൻ്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? 1/6 എന്ന് പറഞ്ഞാൽ ഇറ്റ് 16 2/3%. അതൊക്കെ നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ ഇറ്റ് 16 2/3%. ഇല്ല ഇത് ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. സോ ആൻസർ ഇസ് 16 2/3%. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്. റൈസ് ഈസ് നൗ ബീങ് സോൾഡ് അറ്റ് ₹29 per kg. During the last month, its cost was ₹25 per kg. By how much percentage should a family reduce its consumption so as to keep the expenditure the same as before? അപ്പോൾ എക്സ്പെൻഡിച്ചർ സെയിം ആസ് ബിഫോർ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? എക്സ്പെൻഡിച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് റേഷ്യോ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റത്തുള്ളൂ. അത് കാരണം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം എക്സ്പെൻഡിച്ചർ മറ്റേ രണ്ടിനെ ബാധിക്കുന്നില്ല. എക്സ്പെൻഡിച്ചർ ഈസ് ഫിക്സ്ഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓൾഡ് പ്രൈസും ന്യൂ പ്രൈസും നോക്കാം. ഓൾഡും ന്യൂ പ്രൈസ്. ആദ്യം എത്രയായിരുന്നു പ്രൈസ്? ഫസ്റ്റ് ദെൻ റൈസ് ഈസ് നൗ ബീങ് സോൾഡ് അറ്റ് 29 per kg ഡ്യൂറിങ് ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം 25 ആയിരുന്നു. കഴിഞ്ഞ മാസം 25, ഇപ്പോൾ 29. അപ്പോൾ ഓൾഡ് എന്ന് പറയുന്നത് ഈ 25 ആണ് ഓൾഡ് പ്രൈസ്. ഓക്കെ, സോ ഇവിടെ 25 ഓൾഡ് പ്രൈസ്. ന്യൂ പ്രൈസ് എത്രയാണ്? 29. അപ്പോൾ ഇവരുടെ റേഷ്യോ എത്രയായിരിക്കും? 25:29. അങ്ങനെയാണെങ്കിൽ കൺസംഷൻ്റെ റേഷ്യോ എന്തായിരിക്കും? കൺസംഷൻ്റെ റേഷ്യോ ഇറ്റ് ഈസ് നേരെ തിരിച്ച് 29:25.
ഇവിടെ എത്ര പെർസെൻറ്റേജ് ആണ് കൺസംഷൻ ഡിക്രീസ് ആവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? ഇത് എത്ര? 29 നിന്നും 25 പോകുന്നു. സോ -4 പെർസെൻറ്റേജ് കാണണം. സോ ഇറ്റ് ഇസ് ചേഞ്ച് ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ എത്രയാണ്? 29 ഡിവൈഡഡ് ബൈ 29 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 29 ചെയ്യുക. ഓക്കെ, സോ 400 ഡിവൈഡഡ് ബൈ 29. അപ്പോൾ എത്ര ടൈംസ് പോവും? 440 1 ടൈം പോവും. സോ ഇറ്റ് ഇസ് 29. ഇവിടെ എത്ര വരും? 11 വരും. 110. ഇത് 3 ടൈംസ് പോവും. 3 ടൈംസ് 87 പോവും. സോ ഇറ്റ് ഇസ് 23. 230 ഡെസിമൽ ഇട്ട് കൊടുത്തു. അപ്പോൾ 29 ഇതിൽ ഓൾമോസ്റ്റ് 7 ടൈംസ് ആയിട്ട് പോകും. ഓക്കെ, 7 ടൈംസ് ആകുമ്പോൾ 203. അപ്പോൾ റിമൈൻഡർ 27. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ വാല്യൂ എത്ര വരും? ഇറ്റ് ഇസ് 13.7 എന്ന് വരും. ഓക്കെ, വാല്യൂ എത്ര വരും? 13.7. അപ്പോൾ 13.7% ആണ്. ഇവിടെ ഓപ്ഷൻസിലെല്ലാം റൗണ്ട് ഫിഗർ ആണ്. അപ്പോൾ ഇതിനെ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ചെയ്യുക. 13.7 നമുക്ക് എത്രയായിട്ട് എടുക്കാം? 14%. കാരണം ഡെസിമലിന് ശേഷം 5 5 കൂടുതലോ ആണെങ്കിൽ നെക്സ്റ്റ് നമ്പറായിട്ട് എടുക്കാം. സോ ആൻസർ 14%. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ പ്രൈസ് ഓഫ് മിൽക്ക് ഇൻക്രീസസ് ഫ്രം 60 per kg to 70 per kg, then by what percentage a person should increase the consumption of milk so that expenditure remains same? ഓക്കെ, അപ്പോൾ ഇതും ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ഇതിപ്പോൾ ഇത്രയും ഇത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ എഴുതും. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എഴുതില്ല. കാരണം പ്രൈസ് 25 29 ആണെന്ന് അറിയാം. അപ്പോൾ കൺസംഷൻ എന്താണ്? നേരെ തിരിച്ചുള്ളതായിരിക്കും. 29:25. ഡിഫറൻസ് നോക്കുക 4. സോ 4 ഡിവൈഡ് ബൈ 29. അത് മാത്രം അങ്ങ് ചെയ്യും. 4 by 29 100. അതേ രീതിയിൽ ഇവിടെ നോക്കിയേ. ഇവിടെ 60 നിന്നും 70 പോവുകയാണ്. അപ്പോൾ 60:70. 6:7 ആണ് റേഷ്യോ. നേരെ തിരിച്ചെഴുതും കൺസംഷൻ. 7:6 അല്ലേ? 7:6 ആകുമ്പോൾ ഡിഫറൻസ് ഈസ് 1. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 1 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 100. തീർന്നു. 1/7 ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നമുക്കറിയാം ഇറ്റ് ഇസ് 14.28%. 100/7 ചെയ്താൽ മതി. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. 1/7 എന്ന് പറഞ്ഞാൽ 14.28 ആണ്. സോ ആൻസർ ഇസ് ബി. അല്ല, അപ്പോൾ നമുക്ക് ഇത്രയും ഇങ്ങനെ എഴുതി ചെയ്യേണ്ട കാര്യമില്ല. ഒറ്റയടിക്ക് തന്നെ ചെയ്യാം. ഓക്കെ, അത് ചെയ്ത് വരുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും. നെക്സ്റ്റ്, the price of sugar is increased by 20%. If the expenditure on sugar has to be kept the same as earlier, the ratio between the reduction in consumption and the original consumption is. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റേഷ്യോ ബിറ്റ്വീൻ റിഡക്ഷൻ ഇൻ കൺസംഷൻ, അതായത് ആ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ കൺസംഷൻ. അപ്പം അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് 20% തന്നിട്ടുണ്ട്. സോ 20%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/5. ഓക്കെ, പ്രൈസിൻ്റെ പ്രൈസ് ഞാൻ പി എന്ന് കൊടുക്കുന്നു. പ്രൈസിൻ്റെ റേഷ്യോ അപ്പോൾ എത്രയായിരിക്കും? 20% ഇൻക്രീസ്ഡ് ആണ്. അപ്പോൾ ഇനിഷ്യൽ 5 ആണെങ്കിൽ ന്യൂ പ്രൈസ് എത്രയായിരിക്കും? 5 + 1 6. 5:6. കൺസംഷൻ്റെ റേഷ്യോ എത്രയായിരിക്കും? നേരെ തിരിച്ച് 6:5. ചോദിച്ചിട്ടുള്ളത് റേഷ്യോ ബിറ്റ്വീൻ റിഡക്ഷൻ ഇൻ കൺസംഷൻ. ഇവിടെ ചേഞ്ച് എത്രയാണ്? റിഡക്ഷൻ 5 നിന്നും 6 6 നിന്നും 5 പോകുന്നു. -1. സോ ചേഞ്ച് ഇസ് 1. സോ റേഷ്യോ ഓഫ് 1 ഇതാണ് ചേഞ്ച് ഈസ് 2. ഇതാണ് റിഡക്ഷൻ ഇൻ കൺസംഷൻ. ഇത് 1 ആണ്. ടു ദ ഒറിജിനൽ കൺസംഷൻ. ഒറിജിനൽ എത്രയാണ്? ഒറിജിനൽ ഇസ് 6. കാരണം ഇതാണ് ആദ്യത്തേത് ഒറിജിനൽ, മറ്റേത് ന്യൂ ആണ്. 5 എന്ന് പറയുന്നത് ന്യൂ ആണ്. സോ 1:6. സോ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് കട്ട് ബൈ 3%. ടു റീസ്റ്റോർ ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ ദ ന്യൂ പ്രൈസ് മസ്റ്റ് ബി ഇൻക്രീസ്ഡ് ബൈ. അതായത് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇപ്പോൾ ആർട്ടിക്കിളിൻ്റെ വില 100 ആണെന്ന് വെക്കുക. അപ്പോൾ ഇതിന് പ്രൈസ് കട്ട് ചെയ്യുകയാണ്, 3% കുറയ്ക്കുകയാണ്. അപ്പോൾ 100ൻ്റെ 3% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 തന്നെ ആയിരിക്കും. അപ്പം 3 കുറയ്ക്കുകയാണ്. 3 കുറയ്ക്കുമ്പോൾ എത്ര വന്നു? 97. ഓക്കെ, അപ്പോൾ ടു റീസ്റ്റോർ ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ, അതായത് തിരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒറിജിനൽ വാല്യൂയിലോട്ട് ആക്കണമെങ്കിൽ എത്ര ഇൻക്രീസ് ആവണം? 97 100 ആവണമെങ്കിൽ എത്ര ഇൻക്രീസ് ആവണമെന്നാണ്. സോ 97 100 പോകണമെങ്കിൽ എത്രയാണ്? 3 യൂണിറ്റ്സ് ആണ്. സോ ഇറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ
ഇനിഷ്യൽ. ഇവിടെ ഇനിഷ്യൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നോക്കുന്നത്. ഓക്കെ, സോ 3 ഡിവൈഡഡ് ബൈ 97 ഇൻറ്റു 100. ഓക്കെ, ഇത്രയായിരിക്കും വരുന്നത്. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും അതായത് 300 ഡിവൈഡഡ് ബൈ 97. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് 97 ഇൻറ്റു 3, 90 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 280. അപ്പോൾ ഓൾമോസ്റ്റ് 3 പോയിൻറ്റ് സംതിങ് ആയിരിക്കും വരുന്നത്. ഓക്കെ, 3 പോയിൻറ്റ് വരും, എന്തായാലും 3 അല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കി തന്നെ ചെയ്യാം. 3 ആയിരിക്കത്തില്ല, 3 ആയിരിക്കില്ല, ഇതായിരിക്കില്ല. സോ 3 പോയിൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് 3.09%. ഇത് ഡിവൈഡ് ചെയ്താൽ ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് ദ പ്രൈസ് ഓഫ് എ ഷുഗർ ഇസ് ഡിക്രീസ്ഡ് ബൈ 20%, then how much percentage consumption is increased so as expenditure will decrease by 4% only. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ നമുക്ക് റേഷ്യോ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എക്സ്പെൻഡിച്ചറും ചേഞ്ച് ചെയ്യുകയാണ്, പ്രൈസും ചേഞ്ച് ആവുന്നുണ്ട്, കൺസംഷനും ചേഞ്ച് ആവുന്നുണ്ട്, പ്രൈസ് ഡിക്രീസ് ആവുന്നുണ്ട്. പ്രൈസ് ഈസ് ഡിക്രീസ്ഡ്, കൺസംഷൻ ഇൻക്രീസ് ആവുന്നുണ്ട്, അപ്പോൾ എക്സ്പെൻഡിച്ചറും ഡിക്രീസ് ആവുന്നുണ്ട്, എല്ലാവരും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് നമുക്ക് ആ റേഷ്യോ പരിപാടി നടക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ നോക്കാം. ആദ്യം എക്സ്പെൻഡിച്ചർ. ഓക്കെ, ആദ്യം ഇതിൻ്റെ വില എന്ന് പറയുന്നത് 100 ആയിട്ട് എടുക്കുക. ഓക്കെ, 100. ഇനി നോക്കുക, പ്രൈസസ് ഡിക്രീസ്ഡ് ബൈ 20%. 20% കുറയുകയാണ്. അപ്പോൾ 100ൻ്റെ 20% കുറയാന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 80. അപ്പോൾ ഇത് കുറയുമ്പോൾ എത്ര വരും? 80. ഇനി ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗ മച്ച് പെർസെൻറ്റേജ് കൺസംഷൻ ഈസ് ഇൻക്രീസ്ഡ്. സോ ആസ് എക്സ്പെൻഡിച്ചർ വിൽ ഡിക്രീസ് ബൈ 4% ഓൺലി. എക്സ്പെൻഡിച്ചർ എത്രയാണ് ഡിക്രീസ് ആവുന്നത്? 4% ഓൺലി. അതായത് 100 നമ്മുടെ എക്സ്പെൻഡിച്ചർ എങ്കിൽ എത്രയാണ് കുറയുന്നത്? 4% കുറയുകയാണ്. 100ൻ്റെ 4% കുറഞ്ഞാൽ അതിനർത്ഥം എത്രയായിരിക്കും? അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 100ൻ്റെ 4% 4. സോ 100ന്ന് 4 കുറച്ചാൽ 96. ഓക്കെ, അപ്പം 96 ആയിരിക്കും നമ്മുടെ എക്സ്പെൻഡിച്ചർ ഡിക്രീസ് ചെയ്തിട്ടുള്ളത്. 100ന്ന് 96 ആയി. ഇപ്പോൾ പ്രൈസ് എത്രയായിരിക്കും? 80 ആയിരിക്കും. ഓക്കെ, ഇത്ര പെർസെൻറ്റേജ് ഡിക്രീസ് ചെയ്തപ്പോൾ 80 ആയി. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എത്രയായിരിക്കും? ഹൗ മച്ച് പെർസെൻറ്റേജ് കൺസംഷൻ ഈസ് ഇൻക്രീസ്ഡ് എന്നാണ്. അപ്പോൾ കൺസംഷൻ ഇൻക്രീസ്ഡ് ആവുന്നത് ഈ 80ന്ന് 96ലോട്ട് പോകാൻ എത്ര എടുക്കും? ഇറ്റ് ഈസ് 16 + 16 യൂണിറ്റ്സ്. സോ ഇറ്റ് ഈസ് 16 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ എത്രയാണ്? 80ന്ന് 96. ഓക്കെ, സോ 80 ഇൻറ്റു 100. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 0, 8ൽ 2 ടൈംസ്, ദാറ്റ് ഈസ് 20. സോ ഇറ്റ് ഈസ് 20%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ പ്രൈസ് ഓഫ് ആൻ ഐറ്റം വാസ് റെഡ്യൂസ്ഡ് ബൈ 20%, then its sale increased by X%. If there is an increase of 60% in the receipt of the revenue, the value of X is. അപ്പോൾ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അല്ല ഒരു ഐറ്റം ഉണ്ട്. ആ ഐറ്റത്തിൻ്റെ എത്രയാണ് റെഡ്യൂസ് ആവുന്നത്? 20%. അപ്പോൾ 100 ഇനിഷ്യൽ എടുക്കുക, 20% റെഡ്യൂസ് ആവുന്നു, ദാറ്റ് മീൻസ് 20 കുറയുന്നു, 80. Then its sale increased by X%. If there is an increase of 60% in the receipt of the revenue, അപ്പോൾ 60% എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ ഇൻക്രീസ് ആണ്. ഓക്കെ, ഇൻക്രീസ് സംഭവിക്കുന്നു 60%. 60% ഇൻക്രീസ് ആകുമ്പോൾ 100ൻ്റെ 60% 60, 100 + 60 160. സോ 160. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും ഇൻക്രീസ് ആവുന്നത്? 80ൽ നിന്നും 160ലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 80ൽ നിന്നും 160ലോട്ട് ആകുമ്പോഴത്തേക്ക് എത്ര വരും? +80 ആയിരിക്കും. സോ ഇറ്റ് ഈസ് 80 ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയായിരിക്കും? ഇനിഷ്യൽ ഇസ് 80. 80ന്ന് 160 ആണ്. സോ ഇനിഷ്യൽ ഇസ് 80 ഇൻറ്റു 100. അപ്പോൾ ഇതും ക്യാൻസലായി. ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 100% ആയിരിക്കും. അപ്പോൾ 100% ആയിരിക്കും ഇൻക്രീസ് ഉണ്ടാവുന്ന സെയിലിൽ. ഓക്കെ, അപ്പോൾ സോ ഓപ്ഷൻ സി. ഇതാണ് എക്സിൻ്റെ വാല്യൂ. റെഡി? നെക്സ്റ്റ്, the price of a sugar is increased by 20%. By how much kg of consumption is decreased so as expenditure will increase by 5% only when the originally consumed 280 kg sugar. ഇവിടെ കുറച്ച് ഒരു എക്സാക്റ്റ് വാല്യൂ കൂടെ തന്നിട്ടുണ്ട്, 250 kg ഷുഗർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക്
ഫസ്റ്റ് ഇപ്പം ഷുഗറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 100 ആയിട്ട് എടുക്കുക. ഓക്കെ, 100 എത്ര ഇൻക്രീസ് ആവുകയാണ്? 20% ഇൻക്രീസ് ആണ്. അപ്പോൾ 100ന് 20% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 120. ഓക്കെ, സോ ആസ് എക്സ്പെൻഡിച്ചർ വിൽ ഇൻക്രീസ് ബൈ 5% ഉള്ളി. എക്സ്പെൻഡിച്ചർ എത്രയാണ്? 5% ഇൻക്രീസ് ഉള്ളിയേ വരുന്നുള്ളൂ, സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ 5% ഇൻക്രീസ് ആകുമ്പോൾ 105. ഓക്കെ, ഇനി ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 180 105 പോകണമെങ്കിൽ എത്രയായാലും -15 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. സോ -15. അപ്പോൾ പെർസെൻറ്റേജ് കാണുമ്പോൾ ഇറ്റ് ഈസ് 15 ഡിവൈഡഡ് ബൈ 120. ഓക്കെ, ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100. അപ്പോൾ 15/120 എന്ന് പറയുമ്പോഴത്തേക്കും ഇത് 15ൽ ഇത് 8 ടൈംസ് പോകും. ഓക്കെ, 120. സോ 1/8. 1/8 ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 12.5% ആണ്. അതായത് 12 1/2% ആണ്. 12 1/2%. ഇത്രയും ഡിക്രീസ് ആയിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, ഇത്രയും ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒറിജിനലി എത്രയായിരുന്നു? എത്ര kg ഷുഗർ ഉണ്ടായിരുന്നു? 280 kg ഷുഗർ ഉണ്ടായിരുന്നു. 280 kg ഷുഗറിൻ്റെ 12 1/2% ഡിക്രീസ് ആവുന്നു. ഓക്കെ, അപ്പോൾ എത്ര എന്താണ് ചോദിച്ചിട്ടുള്ളത്? ബൈ ഹൗ മച്ച് kg ഓഫ് കൺസംഷൻ ഈസ് ഡിക്രീസ്. എത്ര കൺസംഷൻ ആണ് കുറയുന്നതെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ പെർസെൻറ്റേജ് ഓഫ് കൺസംഷൻ ഡിക്രീസ് ആണ് ചോദിച്ചാൽ ആൻസർ ഇവിടെ കൊണ്ട് തീർന്നു. ഓക്കെ, അപ്പോൾ എത്ര ചേഞ്ച് ആണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 280 kg ഇനിഷ്യലി ഉണ്ടായിരുന്നു. 280യുടെ 12 1/2% ആയിരിക്കും ഡിക്രീസ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 280യുടെ 12 1/2% കാണുക. സോ 280 ഇൻറ്റു 12 1/2%. 12 1/2%. ദാറ്റ് ഈസ് 280 ഇൻറ്റു 12 1/2%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/8. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചെഴുതേണ്ട കാര്യമില്ല, ഇവിടെ ഇതിങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. എത്രയാണ്? 8ൽ എത്ര ടൈംസ് പോവും? 3 അല്ലേ? 3 5. സോ ഇറ്റ് ഈസ് 35. അപ്പോൾ 35 kgയുടെ റിഡക്ഷൻ ആയിരിക്കും കൺസംഷനിൽ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the price of a pen decreases by 20%, then a man can buy 10 more pens for ₹100. What is the new price of each pen? അപ്പോൾ ഒരു പേനയുടെ പൈസ 20% കുറയുമ്പോഴത്തേക്കും ഇയാളുടെ കയ്യിൽ 100 രൂപയുള്ളൂ. അപ്പോൾ 20% കുറഞ്ഞപ്പോഴത്തേക്കും ഇയാൾക്ക് 10 പേന അധികം മേടിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ന്യൂ പെൻ? ഓരോ പെന്നിൻ്റെ ഈച്ച് പെന്നിൻ്റെ പുതിയ പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ എക്സ്ട്രാ എമൗണ്ട് എന്ന് പറയും 20% കുറവ് ഡിഡക്ഷൻ സംഭവിച്ചു. എത്ര? 100ൻ്റെ 20%. 100 ആണ് അയാളുടെ ഉള്ള എക്സ്പെൻഡിച്ചർ. 100 റുപ്പീസാണ്. അപ്പോൾ ഈ 100 റുപ്പീസിൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 20 ഇറ്റ് സെൽഫ്. ഓക്കെ, 20 അല്ലെങ്കിൽ 20% ഓഫ് 100 എന്ന് പറഞ്ഞാൽ 20. ഓക്കെ, തിരിച്ചു എഴുതാമല്ലോ. സോ ഇറ്റ് ഇസ് 20. അപ്പോൾ ഈ 20% ഓഫ് 100 എന്ന് പറഞ്ഞാൽ 20 റുപ്പീസാണ്. ആ 20 രൂപയ്ക്കാണ് ഇയാൾ ആ എക്സ്ട്രാ 10 പേന മേടിച്ചിട്ടുള്ളത്. ഐഡിയ കിട്ടിയോ? 100ൻ്റെ 20% 20 രൂപ. ആ 20 രൂപയ്ക്കാണ് ഇയാൾ അഡീഷണലി 10 മോർ പെൻസും കൂടെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പേനയുടെ വില എത്രയായിരിക്കും? 20 ഡിവൈഡഡ് ബൈ 10 അല്ലേ? ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൻ്റെ വില കിട്ടും. സോ 20 ഡിവൈഡ് ബൈ 10 എത്രയാണ്? 2. അപ്പോൾ ഒരു പേനയുടെ വില എത്രയായിരിക്കും? 2. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. When the price of sugar decreased by 10%, a man could buy 1 kg more for ₹270 than the original price of sugar per kg. ഓക്കെ, നേരത്തെ ചെയ്ത പോലത്തെ സെയിം ടൈപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അഡീഷണൽ എത്രയാണ്? 1 kg ആണ് മേടിക്കുന്നത്. ഇയാളുടെ കയ്യിൽ എത്ര രൂപയാണുള്ളത്? 270 റുപ്പീസാണ്. അപ്പോൾ ഈ 270 റുപ്പീസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഡിക്രീസ് സംഭവിച്ചത്? 10%. സോ 270 റുപ്പീസിൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 27 റുപ്പീസ്. 27. ഈ എക്സ്ട്രാ 27 റുപ്പീസിലാണ് അയാൾ എത്ര കൂടുതൽ കിട്ടിയത്? കൂടുതൽ ഷുഗർ മേടിച്ചത്, 1 kg ഷുഗർ മേടിച്ചത്. അപ്പോൾ 1 kg ഷുഗറിൻ്റെ വില എത്രയായിരിക്കും? 27 ഇറ്റ് സെൽഫ്. അതായത് ടോട്ടൽ എമൗണ്ട് 27 തന്നെയാണ്. 27 ഡിവൈഡഡ് ബൈ 1. ഓക്കെ, ഇത്രയും രൂപ
എത്രയാണ് 1 kg. ദാറ്റ് മീൻസ് 27 രൂപയായിരിക്കും പെർ കെ ജിക്ക് വരുന്നത്, 1 kgക്ക് സംഭവിക്കുന്നത്, 1 kgയുടെ വില. നേരത്തെ ഇവിടെ എണ്ണം 10 ഉണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ബൈ 10 ചെയ്തു. ഇവിടെ 1 ഉള്ളൂ, സോ ഡിവൈഡ് ബൈ 1. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചാൽ ദെൻ ദ ഒറിജിനൽ പ്രൈസ് ഓഫ് ഷുഗർ ഇസ്, ഒറിജിനൽ പ്രൈസ് ഓഫ് ഷുഗർ പെർ കെ ജി. ഇവിടെ എത്രയാണ് ഡിക്രീസ് സംഭവിച്ചത്? 10% ആണ്. ഓക്കെ, 10% ആണ്. സോ 10%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 1/10. ഓക്കെ, അപ്പോൾ ഓൾഡ് ന്യൂ നോക്കുകയാണെങ്കിൽ ഓൾഡ് ന്യൂ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഓൾഡ് 10 ആണെങ്കിൽ 10% ഡിക്രീസ് ചെയ്താൽ 10 - 1 9. സോ 10:9 ആയിരിക്കും ഇവരുടെ പ്രൈസിൻ്റെ റേഷ്യോ, 10:9. ഇപ്പോൾ എത്രയാണ് ന്യൂ പ്രൈസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 27 പെർ കെ ജി ആണ്. ഓക്കെ, 27. അപ്പോൾ 27 ന്യൂ പ്രൈസ്. അപ്പോൾ ഈ 9:27 ആവണമെങ്കിൽ, അതായത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇപ്പുറത്തുള്ള ഓൾഡ് റേഷ്യോ എത്രയാണെന്ന് നോക്കണം. അതായത് ഈ 9 ഇത് 27 ആവണമെങ്കിൽ × 3 ചെയ്താൽ പോരെ. അപ്പോൾ ഈ റേഷ്യോ ത്രൂ ഔട്ട് × 3 ചെയ്താൽ മതി. ഓക്കെ, ഇതെന്ത് ചെയ്യണം? × 3 ചെയ്യുമ്പോഴാണ് 27 ആവുന്നത്. അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം? × 3. സോ ഇറ്റ് ഈസ് 30. ഓക്കെ, അപ്പോൾ ഒറിജിനൽ പ്രൈസ് എത്രയായിരിക്കും? 30 ആയിരിക്കും. ന്യൂ പ്രൈസ് എത്രയായിരിക്കും? 27 ആയിരിക്കും. 27 പെർ കെ ജി. സോ ആൻസർ ഇസ് 30 rupees 30. ഇവിടെ നമ്മൾ ആ ഡിഫറൻസ് അല്ല, ഈ 10:9 ആണ് അതിൻ്റെ റേഷ്യോ. പുതിയ റേഷ്യോ എത്രയാണ് കിട്ടിയത്? പുതിയ വില എന്ന് പറയുന്നത് 27 പെർ കെ ജി ആണ്. അപ്പോൾ ഇത് 27 ആക്കണം. ഈ 9ൻ്റെ സ്ഥാനം എന്താക്കണം? 27 ആക്കണം. 9 27 ആണെങ്കിൽ × 3 ചെയ്യണം. അപ്പോൾ ഒരു റേഷ്യോയിൽ ഇവിടെ × 3 ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്തും × 3 ചെയ്യണം, എന്നാലേ റേഷ്യോ റിമെയിൻ സെയിം ആവും. ഇത് വെട്ടിപ്പോയാൽ കറക്റ്റ് ഇത് തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, 27 ആകുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് എത്രയായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ്? 30. ഓക്കെ, സോ ഇറ്റ് ഈസ് ₹30. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൺസംഷൻ ഈ ബേസ്ഡ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. PYQs ഒക്കെ പല പല എക്സാംസിൻ്റെ ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൾ, ബൈ.